ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു dearattire. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സ്കേർട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ അതിന് പറ്റിയ ടോപ്പ് റെഡിമെയ്ഡായിട്ട് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മനസ്സിന് ഇണങ്ങിയതുപോലെ ആ സ്കേർട്ടിന് മാച്ച് ചെയ്യുന്ന പോലെ എങ്ങനെ ടോപ്പ് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ എടുത്ത് തയ്ക്കാമെന്ന് കാണിക്കാനാണ്. അപ്പോൾ ഞാനിവിടെ പഫ് സ്ലീവിൻ്റെ ഒരു ഫുൾ സ്ലീവ് ടോപ്പാണ് ചെയ്തിട്ടുള്ളത്. വളരെ സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ സ്റ്റൈലിഷും ആയിട്ടുള്ളൊരു ടോപ്പാണ്. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനലിൽ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാനിവിടെ അതിനുവേണ്ടി 2 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. അത് 4ആയിട്ട് മടക്കിയതിന് ശേഷം ആദ്യം നമുക്ക് യോക്ക് പാർട്ട് വെട്ടി മാറ്റാം. അതിനുവേണ്ടി നമുക്ക് എത്രയാണോ ടോപ്പിന് ലെങ്ത്ത് വേണ്ടത് അത് ആദ്യം മാർക്ക് ചെയ്യാം. അതിനുശേഷം ഓരോരുത്തരുടെയും റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ഷോൾഡർ, ആം ഹോൾ, ചെസ്റ്റ് ഇതൊക്കെ നമ്മൾ സാധാ ടോപ്പ് മാർക്ക് ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്തും വേസ്റ്റ് റൗണ്ടും എടുക്കാം. അതുപോലെ ഹിപ്പ് ലെങ്ത്തും ഹിപ്പ് റൗണ്ടും നമുക്ക് എടുക്കാം. ലെങ്ത്തൊക്കെ ഓരോരുത്തരുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് എടുക്കാം. നമുക്കിത് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ലൈനിങ് ആണ് ഞാൻ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫെയർ പീസിൻ്റെ പുറത്ത് ഇത് വെച്ചിട്ട് സെയിം അളവിൽ ഫെയർ പീസും വെട്ടിയെടുക്കാം. അപ്പം നമ്മൾ യോക്കിൻ്റെ പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവാണ്, പഫ് സ്ലീവ് വരുന്നൊരു സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടി താഴ്ഭാഗത്ത് ആദ്യം ഒരു ലൈൻ വരച്ചു. 4ആയിട്ട് മടക്കി ഇടുമ്പോൾ പലതും പല അളവിലായിരിക്കും കിടക്കുക, അതുകൊണ്ടാണ്. അതിനുശേഷം നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് സാധാരണ നമുക്ക് എത്രയാണോ വേണ്ടത് അതെടുത്ത് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ മാർക്ക് ചെയ്യുക. പലർക്കും പല മെഷർമെൻറ്റ്സ് ആയിരിക്കുമല്ലോ, അവരവരുടെ മെഷർമെൻറ്റ്സിനനുസരിച്ച് സാധാ രീതിയിൽ നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യുക. ഇനി അതിനുശേഷം നമുക്ക് പഫ് എടുക്കാനായിട്ടാണ് പോകുന്നത്. എൻ്റെ ചോക്ക് കുറച്ച് വിസിബിലിറ്റി കുറവാണ്, അതുകൊണ്ട് തന്നെ പേപ്പറിൽ ഇതിന് ശേഷം കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ലെങ്ത് എടുത്തതിൻ്റെ ഭാഗത്തു നിന്ന് മുകളിലേക്ക് 5 ഇഞ്ച് വീണ്ടും എക്സ്ട്രാ എടുത്തു. അതിനുശേഷം അവിടുന്ന് 3 ഇഞ്ച് വീതി എടുത്തു. ഇനി പതിയെ നമ്മൾ കർവായിട്ട് ആദ്യം വരച്ച സ്ലീവിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിക്കണം. താഴ്ഭാഗത്ത് നമുക്ക് എത്രയാണോ സ്ലീവ് റൗണ്ട് വേണ്ടത് അതിലേക്ക് നമ്മൾ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. അതിനു മുമ്പ് ഞാനിത് പേപ്പറിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ നല്ലതുപോലെ കാണാൻ പറ്റാത്തത് കൊണ്ട് ഇതുപോലെയാണ്. നമ്മൾ ആദ്യം 19 ഇഞ്ചസ് എടുത്തു, അത്രയായിരുന്നു കറക്റ്റ് വേണ്ടത്. അതിൻ്റെ കൂടെ മുകളിലേക്ക് 5 ഇഞ്ച് നമ്മൾ പിന്നീട് എക്സ്ട്രാ എടുത്തു. അവിടെ നിന്ന് 3 ഇഞ്ച് വീതി എടുത്തതിന് ശേഷം കർവായിട്ട് കൊണ്ടുവന്ന് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത നോർമൽ സ്ലീവിലേക്ക് അറ്റാച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ചോദിക്കുക. വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെയും അല്ലാണ്ട് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒക്കെ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമിലൊന്ന് DM ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ പഫ് സ്ലീവ് വരുന്നത്. ഇതിന് ഞാൻ ലൈനിങ് ഇടുന്നില്ല, കാരണം അത്യാവശ്യം കട്ടിയുള്ളൊരു ഫാബ്രിക്കാണ്. അപ്പോൾ നമുക്കിനി യോക്ക് ചെയ്യാം. യോക്ക് നല്ല ഭാഗത്തിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട്, ലൈനിങ്ങിലാണ് ഞാൻ കഴുത്ത് വരച്ചെടുത്തിട്ടുള്ളത്. അത് ഫെയർ പീസിൻ്റെ മുകളിൽ ലൈനിങ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് കഴുത്ത് നമുക്ക് പതിച്ചെടുക്കാം. കഴുത്തിന് സ്റ്റിഫൊക്കെ വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, ക്രോസ് പീസ് വെക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ലൈനിങ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഹെം ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുപോലെ 2 നെക്കും. ഇനി അതിനുശേഷം 2 ഷോൾഡർ ഒരുമിച്ച് വെച്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്തു. ഇനി നെക്ക് ഹെം ചെയ്തെടുക്കാം.
ജസ്റ്റ് നെക്കിൻ്റെ അടിയിൽ കൂടെ നമ്മൾ നമ്മൾ ഹെം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങും അതുപോലെ ഫെയർ പീസും കൂടെ 4 ഭാഗവും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ യോക്കിൻ്റെ ഏകദേശം പണി കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവിൽ പഫിടാം. അതിനു വേണ്ടി നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. സ്ലീവിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ഇതുപോലെ ചുറ്റിന് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വലിച്ച് ചുരുക്കിട്ട് കൊടുക്കണം. 2 ത്രെഡ് ഉണ്ടാവും അവിടെ. അതിലൊരെണ്ണത്തിൽ മാത്രം പിടിച്ചിട്ട് ഇതുപോലെ നമ്മൾ വലിച്ചു കൊടുക്കുക. രണ്ട് ഭാഗത്തു നിന്നും സെൻറ്ററിലേക്ക് നമ്മൾ ചുരുക്കി കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഒരു സെൻറ്റർ ഭാഗത്ത് പഫ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് യോക്കിലേക്ക് അറ്റാച്ച് ചെയ്യാം. ആം ഹോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അളന്നെടുത്തതാണ്. കറക്റ്റായിട്ട് നമ്മുടെ സ്ലീവ് തികയുമോ എന്നറിയാൻ. അതല്ലെങ്കിൽ നമ്മൾ ആ ചുരുക്കി വെച്ചിരിക്കുന്നത് പതുക്കെ കുറേശ്ശെ ഇതുപോലെ വിടിയിപ്പിച്ച് കൊടുക്കണം. സെൻറ്റർ ഭാഗത്താണ് നമുക്ക് മെയിനായിട്ട് ആ ഒരു പഫ് വരേണ്ടത്. ഇനി അതിന് ശേഷം നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്യുക. സ്ലീവിൻ്റെ ഒരു ചോക്ക് വെച്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് ഷോൾഡറിൻ്റെ സെൻറ്ററിലും വെച്ചിട്ട് നമുക്ക് സാധാ സ്ലീവ് തയ്ക്കുന്ന പോലെ തന്നെ തയ്ച്ചെടുക്കാം. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് തന്നെ പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. എന്നാലേ നമുക്ക് 2 സൈഡിലേക്കും ഈക്വലായിട്ട് നമ്മുടെ സ്ലീവ് കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് തയ്ച്ചെടുക്കാം. നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ടുള്ള പടിയെടുക്കാം. അതിനു വേണ്ടി ആദ്യം ഞാൻ ഇതുപോലെ 4ആയിട്ട് ഫാബ്രിക് മടക്കിയിട്ടുണ്ട്. അതിൽ 4.5 ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് ആവശ്യമുള്ള വീതിക്ക് ഫാബ്രിക് മാർക്ക് ചെയ്തെടുക്കാം. 4.5 ഇഞ്ച് നമ്മൾ വീതി എടുക്കുമ്പോൾ 1/2 ഇഞ്ച് ആൻഡ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോയതിനു ശേഷം 3.5 ഇഞ്ച് നമുക്ക് വീതി കിട്ടും കൈയുടെ പടിക്ക്. കട്ട് ചെയ്തു. 4 പീസാക്കാം. നമുക്ക് കട്ടിയില്ലാത്ത തുണിയായതുകൊണ്ടാണ് നമ്മൾ 4 പീസ് എടുക്കുന്നത്. അല്ലെങ്കിൽ വേണമെങ്കിൽ ലൈനിങ്ങുമായിട്ട് തന്നെ നമുക്ക് മറിച്ചടിക്കാം കേട്ടോ. ഇനി അതുപോലെ തന്നെ അതേ അളവിൽ നമ്മൾ 4 ലൈനിങ് എടുത്തു, അതുപോലെ 2 സ്റ്റിഫും എടുത്തു. ഇനി നല്ല ഭാഗത്തിന് മുകളിൽ ലൈനിങ് വെച്ചിട്ട് 4 പീസും ഇതുപോലെ ലൈനിങ്ങുമായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യണം. നല്ല വശത്തല്ല കേട്ടോ, ഫാബ്രിക്കിൻ്റെ റോങ് സൈഡിൽ തന്നെയാണ് ലൈനിങ് പിടിപ്പിക്കുന്നത്. ചീത്ത ഭാഗത്ത് തന്നെ. ഇതുപോലെ 4 നമ്മൾ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ നല്ല ഭാഗവും നല്ല തുണിയുടെ 2 നല്ല ഭാഗങ്ങൾ ഒരുപോലെ വെച്ച് ലൈനിങ് മുകളിൽ വരുന്ന രീതിയിൽ വയ്ക്കുക. അതിന് മുകളിൽ ഇതുപോലെ ആ ഒരു സ്റ്റിഫും വെച്ചിട്ട് 3 ഭാഗവും ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക, ഒരു ബോക്സ് പോലെ. നമുക്ക് ആ കോർണേഴ്സിലൊക്കെ കട്ടിങ്സ് കൊടുത്തിട്ട് നല്ല ഭാഗത്തേക്ക് ഇത് മറിക്കാം. നമുക്ക് നല്ല ഭാഗത്തേക്ക് തിരിച്ചെടുക്കാം. കോർണേഴ്സിലൊക്കെ പോയിൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒബ്ജക്ട്സ് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. എനിക്കിപ്പോൾ പോയിൻറ്റും കിട്ടണം എന്നില്ല, കാരണം ഞാൻ അതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്.
ഇനി അതിനുശേഷം നമ്മുടെ ആ ഒരു സ്റ്റിഫിൽ നിന്ന് നമുക്ക് അരയിഞ്ച് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് മടക്കാനായിട്ട് എളുപ്പമായിരിക്കും, ഫാബ്രിക് മടക്കാനായിട്ട് എളുപ്പമായിരിക്കും. അരയിഞ്ച് നമ്മൾ സ്റ്റിഫ് കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിച്ച ആ 3 ഭാഗങ്ങളും ഒന്നും കൂടെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ സ്റ്റിച്ച് താഴ്ഭാഗത്ത് വരെ എത്തേണ്ട, അരയിഞ്ച് മുകളിൽ വെച്ച് ആ സ്റ്റിച്ച് നിർത്തിയതിന് ശേഷം ഒരു ഭാഗം നമുക്ക് സ്റ്റിഫിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ പടിയുടെ ഒരു ഭാഗം നമ്മൾ ഉള്ളിലോട്ടാക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് കുറച്ച് പ്ലീറ്റ്സ് കൊടുക്കണം. നമ്മുടെ ആ പടിയുമായിട്ട് കറക്റ്റ് നിൽക്കുന്ന രീതിയിൽ 3-4 പ്ലീറ്റ് സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ ബോർഡറുമായിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്യാം. മടക്കാത്ത ഭാഗവുമായിട്ട് നമ്മൾ ഇതിൻ്റെ റോങ് സൈഡാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് കൈയിൻ്റെ ചീത്ത ഭാഗത്തോട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി മടക്കി വെച്ചേക്കുന്ന ആ ഒരു ബോർഡറിൻ്റെ ഭാഗം നല്ല ഭാഗത്ത് വരുന്ന രീതിയിൽ, അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളൊരു സൈഡ് തയ്ച്ചു. ഇനി ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ തന്നെ ആ ഒരു തയ്യൽ തുമ്പൊക്കെ ഉള്ളിലോട്ടാക്കിയതിന് ശേഷം നമുക്ക് ആ ബോർഡർ ഇതുപോലെ അതിന് മുകളിലേക്ക് വെച്ചിട്ട് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് ബോർഡറുമായിട്ട് സ്ലീവ്, ഇതാണ് ഇപ്പോൾ നമ്മുടെ സ്ലീവ്. ഇനി നമുക്കത് ഷേപ്പ് ചെയ്യാം. നമുക്കത് മടക്കിയതിന് ശേഷം സാധാരണ സ്ലീവ് ഷേപ്പ് ചെയ്യുന്ന പോലെ നമ്മുടെ മെഷർമെൻറ്റ്സ് എത്രയാണോ അതിനനുസരിച്ച് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ കൈക്കൊക്കെ കുറച്ച് വണ്ണം പിന്നീട് വച്ചാലും നമുക്ക് അഴിച്ചു വിടാൻ പറ്റും. ക്ലോസ് ചെയ്തിട്ടാണ് അടിക്കണമെങ്കിൽ പിന്നീട് വലിയ പാടാണ്. അതിനുശേഷം നമ്മൾ ഇൻ്റർലോക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്ര ഷേപ്പിൽ എത്രയാണോ നമ്മൾ ഷേപ്പ് എടുത്തത്, 1.5-2 ഇഞ്ച് എത്രയാണോ എടുത്തത് അതിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് താഴ്ഭാഗം വരെ കൊണ്ടുവരേണ്ടതില്ല, കുറച്ച് മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് നിർത്തുക. കാരണം താഴ്ഭാഗത്തേക്ക് ഒരുമിച്ചടിച്ചാൽ നമുക്ക് മടക്കിയൊക്കെ അടിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ കഴുകി കഴിയുമ്പോൾ ചുളുക്കുകൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഭാഗത്ത് തന്നെ ഒന്ന് കുത്തി നിർത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് തുടങ്ങി നമുക്ക് നല്ല ഭാഗവും ലൈനിങ്ങും വെവ്വേറെയായിട്ട് സ്റ്റിച്ച് ചെയ്യാം. താഴത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ രണ്ടായിട്ടാണ് കിടക്കുന്നതെങ്കിൽ ചുളുങ്ങത്തില്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും 2 ക്ലോത്താണ്, കഴുകിയൊക്കെ കഴിയുമ്പോൾ ചുരുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നല്ല പീസ് വേറെ, ലൈനിങ് വെവ്വേറെയായിട്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യുക. ഇനി അതിന് ശേഷം നമുക്ക് താഴ്ഭാഗം മടക്കി അടിച്ചു കൊടുത്താൽ മാത്രം മതി. കണ്ടോ, ലൈനിങ്ങും അതുപോലെ പെയർ പീസും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് ചുളുക്കിൻ്റെ ആ ഒരു വിഷയമേ വരുന്നില്ല. ചില ഫാബ്രിക്കുകൾ ചുരുങ്ങുന്നതൊക്കെ ആണെങ്കിൽ ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലൈനിങ് ഉള്ളത് ചുരുങ്ങത്തില്ല. ചിലപ്പോൾ ഫെയർ പീസ് അങ്ങ് കുറച്ച് ചുരുങ്ങൊക്കെ ആണെങ്കിൽ ആ ടോപ്പിൻ്റെ ആ ഒരു ഭംഗി അങ്ങ് പോകും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ താഴ്ഭാഗത്ത് ഹെം ചെയ്യുന്നതെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ 2 മീറ്റർ ഫാബ്രിക് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റൈലായിട്ടുള്ള ടോപ്പ്, നല്ല ഭംഗിയുള്ള ടോപ്പാണ്. നമുക്ക് റെഡിമെയ്ഡായിട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സിനാണെങ്കിൽ ഇതുപോലെ ഒന്നും കിട്ടണം എന്നില്ല. അപ്പോൾ നമുക്ക് പറ്റിയ ഫാബ്രിക് എടുക്കുക, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് തയ്ച്ചിടാൻ പറ്റും.
അതുപോലെ ലൈനിങ്ങിൻ്റെയും ഫെയർ പീസിൻ്റെയും താഴ്ഭാഗം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്